രാത്രി ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞില്ല. രാവിലെ ഇവിടെ എല്ലാം വെള്ളമുണ്ട്, വീഴുന്നുണ്ട്. കണ്ടോ, അപ്പം മഴ പെയ്തൊരു ലക്ഷണമുണ്ട്. കുറച്ച് ദിവസമായിട്ട് കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പം ഇനിയിപ്പം അടുപ്പയിലോട്ടൊന്ന് വെച്ചേക്കാന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും ചേട്ടാക്ക് വീട്ടിൽ ഇരിക്കുന്ന സമയല്ലേ, അമ്മേ സമയമുണ്ട്, അതുകൊണ്ട് അടുപ്പ് വെക്കാമെന്ന് വെച്ചു. വെള്ളം വന്നായിരുന്നു, വെള്ളം വന്നിട്ട് തീർന്നു. 2 മണിക്കൂർ നിന്നു. 2 മണിക്കൂറത്തേക്കാണ് വെള്ളം വന്നത്. ചേട്ടാ നല്ല ഉറക്കമാണ്. അയ്യോ, കലമ്പിച്ചില്ല. പോയി. വിറകില്ല, അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ ഗ്യാസ് ഉണ്ട്, വിറകില്ല. ഗ്യാസായില്ലാത്ത നമുക്ക് വിറകില്ലാത്ത അതൊക്കെ തീർന്നു. നല്ല ഉറക്കമാണ്. വീട്ടിലിരിക്കുന്ന സമയത്ത് ഫുള്ള് ഉറങ്ങി അങ്ങ് തീർക്കുമെന്ന് തോന്നുന്നു. മീൻ കര അടിഞ്ഞ പോലെ ഉണ്ട്. എനിക്ക് തയ്ക്കാനുണ്ട്. ചോറ് വെച്ചിട്ട് വേണം തയ്ക്കാൻ. കറി സാമ്പാറുണ്ടാക്കി. രാവിലെ ഗോതമ്പ് ദോശയും സാമ്പാറും. ഇപ്പം ശാമ്പു ഉണ്ടായിരുന്നെങ്കിൽ മുഖം ചുളിച്ചേനെ. ഇത് ഏകദേശം എന്തേ ഈ പരിപാടി. ഇപ്പോൾ ആഴ്ച 2 ദിവസമാണ് വെള്ളം വരുന്നത്. ഇന്ന് വന്നായിരുന്നു, ഇപ്പം നിന്ന്. ജയ തന്നെ ഇപ്പം അടുപ്പ് കത്തിക്കുന്നു, അടുപ്പ് കാര്യങ്ങളൊക്കെ. ഞാൻ പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഉറങ്ങണ്ട, പിന്നെ എത്ര ആളാണ് ഉറങ്ങിയിട്ട് നേരം കിടന്ന്. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഇടിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ പെയ്യുമായിരിക്കും. തലയ്ക്ക് നല്ല സുഖം കിട്ടും ഈ എണ്ണ വെച്ചാൽ. പരസ്യമൊന്നുമല്ല, എന്താ സുഖമെന്നറിയോ. ആ മണ്ണും ചട്ടിയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഓർത്തേ, ഇത്രമാത്രം മണ്ണ് എന്തിനാ, ചട്ടി മിച്ചം വരുമല്ലോ എന്ന് ഓർത്ത്. മണ്ണ് ചുമ്മാ കൊടുത്ത് വിട്ടായിരിക്കും ഓർത്ത്, വേറെ വല്ലത്തിനൊക്കെയാണ്. പക്ഷേ കറക്റ്റ് മണ്ണ് ഫുള്ളെടുത്തപ്പോൾ ഇത്ര ഒരു ശകലം പോലും മിച്ചമില്ല. എന്നാൽ അത്യാവശ്യം കറക്റ്റായിട്ട് ഉള്ള സാധനമുള്ളായിരുന്നു. ഞാൻ കൂടുതലാണെന്നാണ് വിചാരിച്ചത്. കുറേ മണിക്കൂറുകളായിട്ട് ഇടിയാണ്, മഴയൊന്നും പെയ്യുന്നില്ല. കുറേ മണിക്കൂറുകളായിട്ട് ഇടിയാണ്. അല്ല, കുറേ മണിക്കൂറുകളല്ല, 1-2 മണിക്കൂറായിട്ട് ഇടി തന്നെ. മഴയൊന്നുമില്ല, ചെറിയ ചാറ്റൽ പോലൊക്കെ വരുന്നുണ്ട്. കടകളൊന്നും കാര്യമായിട്ട് തുറന്നിട്ടില്ല. 1-2 ചെറിയ കടകളൊക്കെ മാത്രമേ തുറന്നിട്ടുള്ളൂ. ചെറിയ കട എന്നല്ല, ചില കടകൾ അപ്പോൾ മിക്കതും അടച്ചിട്ടേക്കുക. അവിടെ എന്തോ ഒരു വണ്ടി എറിഞ്ഞിട്ടുണ്ട്. ഞാൻ കടയിൽ പോകുന്നതിന് മുമ്പ് തൊട്ട് ഇങ്ങനെ മഴ ചെറുതായിട്ട് പൊടിഞ്ഞുകൊണ്ടിരിക്കുക. പെയ്യത്തൊന്നുമില്ല, ഒരു ചെറിയ ഇങ്ങനെ പൊടിയും. കുറച്ച് തേയിലയുടെ അല്ലേ
ജയക്കൊക്കെ തൈക്കിൽ മൂത്ത് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതുകൊണ്ട് ഫുൾ ടൈം ഇപ്പം മെഷീനല്ല. എഴുന്നേറ്റ് പോയെന്ന് തോന്നുന്നു, കാണാനില്ല. ഉച്ച ദിവസം ഞാൻ കാറിക്കൊണ്ട് വരണോ? ഭയം എന്തെന്നറിയാത്തൊരു യോദ്ധാവായില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. ഈ ഷിനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനാണ് സത്യകൻ. ഈ സത്യകന്റെ മകനായതുകൊണ്ടാണ് സാത്വികി എന്ന് എല്ലാവരും വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സാത്വികി എന്നല്ല, യുയുധാനൻ എന്നാണ്. കുറേ നാളായി ഇറച്ചി മേടിച്ചിട്ട്. അപ്പം ജയ ഇന്ന് വേണമെന്ന് പറഞ്ഞ് ഇന്നലെ തൊട്ട് തുടങ്ങി വേള. പോയേക്കാം. ടൗണിൽ ഭയങ്കര ബഹളമാണല്ലോ കേൾക്കുന്ന. ഇലക്ഷൻ്റെ ഒക്കെ ആയിരിക്കും. അതെ, പണിക്ക് പോകുന്നുണ്ട്. കുട്ടിക്കാനത്താ വേറെങ്ങനെ പണിക്ക്? ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അവിടെ തന്നെ. എവിടെ പോകാനാ? സ്ഥലമൊന്നും കിട്ടിയില്ല നമുക്ക്. ഇല്ലല്ലേ? ഞങ്ങൾ അവിടെ തന്നെ കിടക്കും. എല്ലാം പോയി മൊത്തം. കുറച്ച് വെള്ളം കയറിയതിന് ശേഷം അല്ലേ? ഒരു 20,000 രൂപ 20,000 രൂപ 2 കടവ് വെച്ചു. എല്ലാം ഒന്നും നടന്നു. എന്നാ ഇങ്ങനെ കറണ്ടും ഇല്ല, ഗുണ്ടും ഇല്ല, എല്ലാം. പിന്നെ ഞാനും കണ്ടു. ഇനിയിപ്പം നമ്മളെ സഹായിക്കാൻ ആളില്ലാതെ നമ്മളെന്നാ ഓടി നടക്കാനായിട്ടാ. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് പുറകെ നടക്കണ്ടേ. വെള്ളം എന്നാണെന്ന് ചോദിച്ചാൽ ഇച്ചിരി വെള്ളം കോരിയാണല്ലോ, ഇച്ചിരി പണി ചെയ്താണല്ലോ ഇച്ചിരി പൈസ കിട്ടുന്നത്. അത് കൊണ്ടുപോയി ഈ വണ്ടിക്കാർക്കും കൊടുത്ത് അവർക്കും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പുളിയെ മരുന്ന് മേടിക്കുന്നത്. ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട്. ഈ പുളിയൊക്കെ മേടിക്കുന്നത് ആരും തരും? മകനാണെങ്കിൽ ഒരു മകൻ നോക്കത്തില്ല. ഒരു മകനാണ് കാലും കൈയെല്ലാം ഓടുന്നത്. അത് അവിടെ കിടക്കുന്നു ഇരിക്കുക. 3 പിള്ളേരും ഞങ്ങളെ പഠിപ്പിക്കണ്ടേ? പോകണേ. ഭയങ്കര തിരക്കാണ്. സാധനം തീർന്നു. ചാക്കരക്കടയിലൊക്കെ വൻ തിരക്കാണല്ലോ. ഇത് സാധനം നോക്കിയാൽ നടക്കണം. മേടിച്ചാ പോ. അവിടെ ഇമാണ്ടായിരിക്കും. എന്റെ ദുഷ്ടബുദ്ധിയിൽ ഉടലെടുത്ത ദുഷിച്ച ചിന്തകൾക്ക് വശംവദനായിട്ടാണല്ലോ ഞാൻ ഈ അധർമ്മത്തിൽ എനിക്ക് ഇങ്ങനൊരു തടസ്സമുണ്ടായത്. ഈ ഉദ്യമത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോയേ മതിയാവുള്ളൂ. ഈ തെറ്റ് ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് അശ്വത്ഥാമാവ് പറഞ്ഞു. എവിടെ? അവിടെ പട്ടികളാ. ബ്ലോക്കോ? ഓഡിയോ കിട്ടുന്നതായിട്ട് കാണിക്കുന്നില്ല.
ആ 1000 രൂപ ഉള്ളായിരുന്നു. ആ മോട്ടർ വെക്കുന്ന അവളെ കാലിലൊരു കത്രികയൊക്കെ ഉണ്ടായിരുന്നു ന്യൂസ്. അത് കഴിഞ്ഞ് പിന്നെ മോട്ടർ മേടിച്ച്. എനിക്ക് ചൊവ്വാഴ്ച, ചിലപ്പം തിങ്കളാഴ്ച കാണും, ചിലപ്പം ചൊവ്വാഴ്ച ആയിരിക്കും. പിന്നെ അതിൻ്റെ പിന്നത്തെ ആഴ്ച വ്യാഴാഴ്ച മറ്റേ വിഷുവാണ്. ഓക്കെ. ബാ കഴിക്കണ്ടേ? അതിനാ പുള്ളി അത് കഴിക്കുമല്ലോ. ഞാൻ വിളിച്ചിട്ട് ആരും വിളി കേട്ടില്ല. എന്നാ കൊച്ചിയുടെ ആദ്യം പിന്നെ പോയി കാണും. രാവിലെ ഞാൻ വിളിച്ചേ കേൾക്കാഞ്ഞിട്ടാണോ എടുക്കല്. ഞാൻ പിന്നെ അങ്ങ് പോയി. പിന്നെ വൈകുന്നേരം അതിലല്ലേ അവരുടെ കൂടെ അങ്ങോട്ട് അതിലല്ലേ പോയി. അപ്പൊ ഇപ്പൊ പഴം ഉണ്ടായിരുന്നു. ഇപ്പൊ എടുത്തപ്പോ ഞാൻ അന്നേരം കൊച്ചിനും കൂടെ കൊടുക്കാൻ പറഞ്ഞ് തന്നാ. കൊച്ചവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ഉള്ളോ ഇത് തിരിച്ചിട്ടേക്കുന്ന ഇതവിടെ ഇരിക്കുന്നു. ഞാനോ? നീ കിടന്നുറങ്ങിയതിന് ഞാൻ എന്നാ മുടക്കിയെന്നാ പറയുന്നത്? പിന്നെ ഇതുണ്ടോ നീ? ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. തണലത്തൊരു ഉണങ്ങുമെന്ന് ചോദിച്ച സാധനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ? കുറച്ചൊന്നും ഉണങ്ങാത്ത മാറ്റിയിട്ടത് ഇത്. അത്ര ഉണങ്ങിയിട്ടില്ല. അത് ഉണങ്ങി വരുന്നുള്ളൂ. മൊത്തം പച്ച ഇട്ടാ ഇപ്പം രാവിലെ ഉച്ചയ്ക്ക്. ഇപ്പോൾ ഇത്രയായി. അത് ഉണങ്ങിക്കോളും. പക്ഷെ ഇതുണ്ടോ ഫുള്ള് ഉണങ്ങി. ചുമ്മാ ഇവിടെ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. വെയിലത്തും വെച്ചിട്ടൊന്നുമില്ല. കണ്ടാൽ ഇപ്പം വെയിലത്ത് വെച്ച് ഉണങ്ങി കഴിഞ്ഞില്ല. അതിൻ്റെ ഇതുണ്ട് നല്ല ഒരു വരുന്നതായി. 2 ദിവസം കൊണ്ട് വെച്ചിട്ട് ഇന്ന് ഇതിനകത്ത് കുറച്ച് പൊടിയെടുത്ത് ചായ ഇട്ട് നോക്കണം. നിന്നെ എത്ര പ്രാവശ്യം വിളിക്കണം? നിനക്ക് ചെവി കേൾക്കത്തില്ലേ? നിന്നെ വിളിച്ച കേട്ടില്ലേ? എന്നെ എടുക്കുമോ പിന്നെ? എടി നിന്നെ ആ താഴത്തെ ആ കൊച്ചി പോകുന്ന ചക്ക വേണോ ചെല്ലാൻ പറഞ്ഞു. ചക്കപ്പഴം. ആ നീ കുളിച്ചിട്ട് പോകുമ്പോൾ തന്നെ അവർ വേറെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തോളും. ഇന്നലത്തെ പോലെ ഇന്ന് ഇടി തുടങ്ങി. ചെറിയ രീതി മഴ പക്ഷെ പെയ്തില്ല. ഇന്നും പെയ്യത്തില്ലായിരിക്കും. മൂടലൊക്കെ ഉണ്ട്. മഴ ഇപ്പോൾ എന്നും വന്ന് പറ്റിക്കുവാണല്ലോ. ഭയങ്കര ഇടിയും മൂടലും ഒക്കെ ആയിട്ടിരിക്കും. പക്ഷെ പെയ്യത്തില്ല. ഇപ്പം നല്ല മൂടിക്കെട്ടി നിൽക്കുക. കാറ്റുമുണ്ട്. ജയ പാല് മേടിക്കാൻ പോയിട്ടുണ്ട്. താഴെ നിന്ന് ചക്ക തരാമെന്ന് പറഞ്ഞ് അതിലെടുക്കാൻ പോയതാണ്. വരാറായല്ലോ. ആരെങ്കിലും കണ്ട് വർത്താനം പറഞ്ഞ് നിൽക്കുമായിരിക്കും. കാറ്റുണ്ട്. കൂടെയാണോ? കൂടെയാണോ? അയ്യോ കൂഴച്ചക്കപ്പഴം. നീ അവിടെ ഇതുണ്ടാക്കുന്നുണ്ടോ? കുമ്പിള് നേരമില്ലല്ലേ? എടുക്ക്. അത് സ്പാമായിരിക്കുമല്ലോ. ചിലപ്പം വല്ല കള്ളന്മാരും ആയിരിക്കും. അതിനെ എടുക്ക്.
ബാറ്ററിയിൽ നിന്നും കണ്ട അതെ എടുക്ക് ജിയോന്ന് എടുക്ക് വേണ്ട 2 തെറി പറഞ്ഞു ചോദിച്ചാൽ മതിയല്ലോ എങ്ങനെയാ ഞാൻ വന്നറിയാം സ്പാമൊക്കെ എടുക്കണം എന്നിട്ടാ ചുമ്മാ പരസ്യം വെച്ച് ബലമുണ്ട് നീ അവിടെ പോയാ ഞാൻ എവിടെ നിന്ന് സൺസാറിൻ്റെ കടയിൽ പോയി എന്തിന് സൺറൈസിൻ്റെ കോഫി പോലും എനിക്ക് ഇഷ്ടമാണ് ഇന്ന് ചായപ്പൊടി ഉണ്ട് നമുക്ക് എന്ത് മറ്റേ ഇരിക്കുന്ന പൊടിയെടുത്ത് നമുക്ക് ഇടാം ഉണങ്ങിയത് കോഫി നല്ല രസമാണ് നല്ല ടേസ്റ്റ് എനിക്ക് ബ്രൂ ഇഷ്ടമല്ല ബ്രൂ അല്ല ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ ചേച്ചൻ പോയിട്ട് ചേച്ചൻ കിട്ടിയില്ല അതുകൊണ്ട് ചേച്ചൻ മേടിച്ചു ആ ഇതിൻ്റെ അടിയിൽ നിന്നുള്ള പൊടിയെടുത്ത് ചായ ഇടാനൊരു ശ്രമം എന്താവുമെന്നറിയാം കറണ്ട് പോയല്ലോ ഇല്ല പക്ഷെ ഒച്ചയില്ലോ ഇത് ഇവിടെ ഒന്നുമല്ല ദൂരെയും കണ്ട വേറെ കാര്യം പറഞ്ഞായിരുന്നു ഇത് തുറന്നായാലുണ്ടല്ലോ എല്ലാ പെണ്ണുങ്ങളും പ്രഗ്നന്റ് ആണ് അതെന്താ ഇതൊരു ഇതായിട്ട് വന്നിരിക്കണോ നിനക്ക് വേറെ പണിയൊന്നുമില്ല നീ നിൻ്റെ കാര്യം നോക്കണേ ഇത് കടുപ്പ് വെച്ച് കുറവാണ് കാണിക്കുന്നത് പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല കുടിച്ചു നോക്കുമ്പോൾ പറയാം രുചിയുണ്ടോ ചോദിച്ചു ഇതിന് മിക്സിക്കകത്തിട്ട് പൊടിക്കണം പൊടിച്ച് കഴിയുമ്പോൾ കടുപ്പമായിരിക്കും അപ്പോൾ പൊടിക്കാതെ ചുമ്മാ ഇലയായിട്ട് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടിരിക്കുന്നത് അത്യാവശ്യമുണ്ട് നല്ലൊരു കളർ കാണത്തില്ല ചിലപ്പോൾ ടേസ്റ്റ് കാണാൻ സാധ്യതയുണ്ട് മഴ വരുന്നുണ്ട് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല കാരണം എന്താണെന്നറിയോ ഇത് പറ്റിച്ചിട്ട് പോകും പെയ്യത്തില്ല ചിലപ്പം ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് മഴ പെയ്യുന്നതാണെന്ന് തോന്നുന്നു വെള്ളം പിടിക്കണ്ടടി എന്തെങ്കിലും ഇപ്പം പൈപ്പിൽ വെള്ളം ഉണ്ടാവും പിടിക്കണ്ട ചായ ഒരു കടുപ്പം എന്താ കുറവ് അതുകൊണ്ട് ഒരു ചായയുടെ ഫീൽ കിട്ടുന്നില്ല ഒരു കുറഞ്ഞ ചെറിയ ലൈറ്റായിട്ടേ ഉള്ളൂ അത് ചിലപ്പോൾ അത് ഉണങ്ങി പൊടിച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും ഇതായിട്ട് പിടിപ്പിച്ച ലൈറ്റാ കളർ മാറ്റാം മഞ്ഞ അങ്ങ് വരെ കിട്ടും നല്ല മഴയാണ് കുറച്ച് നേരമായി കിണറ്റിൽ വെള്ളം പറഞ്ഞാൽ നല്ല മഴ പെയ്യണം ഇതുകൊണ്ട് വരുമോ എന്നറിയത്തില്ല നോക്കാം